ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനും അനിയത്തിയും കൂടി ഇന്ന് ചുറ്റുവളങ്ങരെ തൊഴാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡിയോയിൽ അങ്ങോട്ട് പോകുന്ന വെച്ചു. ഞങ്ങളുടെ വീട് മാവേലിക്കര കല്ലുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നമ്മളിപ്പോൾ കല്ലുമലയിൽ നിന്ന് ചുറ്റുവളങ്ങലിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ റെയിൽവേ ക്രോസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. എൻ്റെ ശരിക്കുള്ള വീട് പുന്നമ്മൂടാണ്. അതായത് പപ്പായുടെ വീട് പുന്നമ്മൂടും മമ്മിയുടെ വീട് കല്ലുമലയാണ്. അപ്പോൾ ഈ പുന്നമ്മൂട് എന്ന് പറഞ്ഞ സ്ഥലം ചുറ്റുവളങ്ങര അമ്പലത്തിന് കുറച്ചടുത്താണ്. അതിലും ദൂരമാണ് കല്ലുമല. എങ്കിൽ കൂടി ഞങ്ങൾ എല്ലാ മാസവും അവിടെ പോവും, അമ്മയെ കാണും. ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അങ്ങനെ റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയേക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എതിരേൽപ്പ് തുടങ്ങിയേക്കുകയാണ്. അത് 13 കരക്കാർക്കും ഉണ്ട്. എതിരേൽപ്പ് അല്ലെങ്കിൽ ഉരുളിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് 2ാം കരയുടെ ഉരുളിച്ചയാണ്. അത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് തൊഴാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ എല്ലാം ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അത് എതിരേൽപ്പ് മഹോത്സവത്തിൻ്റെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ അമ്പലക്കുളത്തിലേക്ക് പോയി. ഇവിടെ കണ്ടോ ഒരുപാട് മീനുണ്ട്. ഞങ്ങൾ അമ്മയ്ക്കൊരു നാരങ്ങാമാലയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഫ്രണ്ടിൽ പോയി തൊഴുതു. അവിടെ എല്ലാം പൂക്കളും കൊണ്ട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഭദ്രകാളി മുടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം തോറ്റമ്പാട്ടുണ്ട്. അവിടെ നമ്മളിങ്ങനെ പൊയിലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഇനി അകത്തേക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ ഫോൺ അലൗഡല്ല. ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇന്ന് നല്ല തിരക്കായിരുന്നു, എങ്കിലും നന്നായിട്ട് തൊഴാൻ പറ്റി. നമ്മൾ പുറത്ത് തൊഴുകയാണ്. അത് നന്നായി തൊഴുതു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം പറഞ്ഞുതരാം. പണ്ട് ചുറ്റുവളങ്ങരയ്ക്ക് അടുത്ത സ്ഥലമാണ് കൊയ്പ്പള്ളിക്കാരായ്മ. അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടുത്തെ ഉത്സവത്തിന് ഇവിടുന്ന് ആൾക്കാർ ചെല്ലുകയും അവിടുത്തെ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞ് ഇവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇവർ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദേവി വെളിച്ചപ്പാളിലൂടെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഞാൻ മാറ്റിക്കൊള്ളാം എന്ന് പറയുകയും ഇവർക്ക് ഭയങ്കര സന്തോഷമാവുകയും ഇവർ തിരിച്ച് ചുറ്റുവളങ്ങരയിലേക്ക് പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു സ്ഥലമാണ് കരിപ്പുഴ. അവിടെ തോടൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു വഞ്ചിക്കാരൻ ആളുടെ പണിയെല്ലാം കഴിഞ്ഞ് പോകാൻ ടൈമായപ്പോൾ അക്കരയിൽ നിന്നൊരു അമ്മ വിളിക്കും. അപ്പോൾ ഇയാൾ അവിടെ പോയിട്ട് അമ്മയെ ഇക്കരെ എത്തിക്കും. അപ്പോൾ എന്നിട്ട് ആളിനോട് പറയും എനിക്ക് ചുറ്റുവളങ്ങര വരെ പോകണമെന്ന് പറയും. അപ്പോൾ ഒരു സന്ധ്യ ടൈമൊക്കെയാണ്. അപ്പോൾ ആൾക്ക് അയ്യോ ഒരു പ്രായമായ ഒരാളാണല്ലോ എന്ന് വെച്ചിട്ട് ആൾ ആ അമ്മയെ സഹായിക്കാൻ കൂടും. അതേ ടൈമിൽ തന്നെ അവിടെ ഒരു ഇല്ലത്തിൽ പുരമേശ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ കഞ്ഞി മുതിര അസ്ത്രമൊക്കെയാണ് കൊടുക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് അത് കൊടുക്കുന്നത്. ഓല കൊണ്ട് തടവെച്ച് അതിൻ്റെ മുകളിൽ വാഴയില വെച്ച് ചൂടുള്ള കഞ്ഞി ഒഴിച്ചു കൊടുക്കും. എന്നിട്ടാണ് അസ്ത്രം മുതിരയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ വഞ്ചിക്കാരൻ്റെ കൂടെ വന്ന അമ്മയും കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് ഈ അമ്മ വടക്കോട്ട് പോവുകയും അപ്പോൾ അവിടുത്തെ അന്തർജനം നോക്കി നിൽക്കുമ്പം തന്നെ ഒരു ഭൂഗോളമായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ പേടിച്ച് നിലവിളിച്ചു. അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ ഈ കടത്തുകാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങ് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഈ അമ്മയെ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ 2 കഥകൾ അവിടെ ഇങ്ങനെ പ്രചരിക്കുകയും പിന്നീട് പ്രശ്നം വെച്ച് നോക്കിക്കുകയും ചെയ്തു. അപ്പോഴാണ് സാക്ഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം ചുറ്റുവളങ്ങരയിലുണ്ടെന്ന് മനസ്സിലാവുകയും പിന്നീട് അവിടെ ക്ഷേത്രം വരികയും ചെയ്തത്. അപ്പം ഞങ്ങൾ തൊഴുത് ഹാപ്പിയായി. ഇനി വീട്ടിലോട്ട് പോകണം. ഇനി മുന്നേ പായസമൊക്കെ വാങ്ങിക്കണം. എന്നിട്ട് വീട്ടിലോട്ട് പോകണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം. ഇതിവിടുത്തെ വിളക്കാണ്. ഇതിന് 13 തട്ടുണ്ട്. 13 തട്ട് 13 കരയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.